എന്താണ് ദൈവസ്നേഹത്തിന്റെ ഉയരം എന്ന് പറയുന്നത്? It's the height of the love of God. കാർമുകിലിനെ പോലെ എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. He has wiped out my transgression. തിരിച്ചു വരാത്ത മഴമേഘങ്ങൾക്കായി ഇന്ന് രാവിലെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I thank God for the rain that He has given me. അതാണ് ദൈവകൃപ പ്രാപിപ്പാനുള്ള നമ്മുടെ ഒന്നാമത്തെ തിടുക്കെന്ന് പറയുന്നത്. ദൈവത്തിന് മുമ്പായി ഏറ്റുപറയുക. We should confess before the presence of God. നമുക്ക് മാറ്റേണ്ടതൊക്കെ അങ്ങ് മാറ്റണം. We should remove the things that are supposed to be removed. അത് സ്വഭാവമായിരിക്കാം, It might be your behavior. നമ്മുടെ തലക്കനമായിരിക്കാം, It might be your stiff-neckedness. അതൊക്കെ നമ്മൾ രാവിലെ മാറ്റണം. Those are the things that have to be removed. നല്ല വസ്ത്രം എല്ലാവരും ധരിച്ചോണം. വസ്ത്രം കുറയരുതെന്ന് മാത്രമേ. We should always wear very good clothes, wear enough of them. നന്നായി ശമ്പളം തരുന്നതും നിങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതും നല്ല വസ്ത്രം വാങ്ങാൻ വേണ്ടിയാണ്. You should buy good clothes because God has given you good jobs. അല്ലെങ്കിൽ നമ്മളൊക്കെ ഇവിടുന്ന് ഡ്രസ്സൊക്കെ കളക്ട് ചെയ്ത് തേർഡ് വേൾഡ് കൺട്രിയിലോട്ട് അയച്ചുകൊണ്ടിരിക്കുക. And we collect clothes and send it to third world countries. ഞാൻ എപ്പോഴും പറയുന്ന കല്യാണത്തിനൊക്കെ പോകുമ്പോ ഈ വെയിലിന്റെ നീളം ഇവിടുന്ന് അവിടെ വരെ ഇടപെടാൻ വരുന്ന സകലത്തും ബ്ലൗസ് തയ്ക്കാനുള്ള പണിയുണ്ട്. പക്ഷേ വരുന്നവർക്ക് മാത്രം ഒന്നും കാണത്തില്ല. ഇവർ നമുക്ക് അങ്ങനെ ഇതാക്കുന്ന സ്തോത്രം ചെയ്തു. ഇതിന്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ ശക്തി നാം മനസ്സിലാക്കണം. We should understand the power of the word of God. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. നന്നായിട്ട് ഒരുങ്ങി വരുന്ന കുഞ്ഞുങ്ങൾ. Thank God for our children here. അതല്ലേ ഞാൻ ഈ പറഞ്ഞത് വിലപിടിപ്പുള്ള കാര്യമല്ല പറഞ്ഞത്. I'm not talking about the light things. ദൈവത്തിന്റെ കാലൊച്ച കേൾക്കുന്നിടത്ത് നഗ്നത വെളിപ്പെടും. And wherever you hear the voice of God, His nakedness will be revealed. നമ്മുടെ ആരുടെകളെ കുഞ്ഞുങ്ങളെ ദൈവനാമത്തിന് അപമാനമായ വൃത്തികളായിട്ട് നടന്നാൽ പറയാനുള്ള തന്റെ നമുക്കുണ്ടായിരുന്നു. If any of our children are not walking according to the word of God, we should have the boldness to correct them. ഒരു പരിധിക്കുള്ള മുടി നീണ്ട കുഞ്ഞുങ്ങളെല്ലാം വെട്ടാൻ പറയണം കേട്ടോ. And if your hair is growing too long, ask the children to cut their hair. എനിക്ക് പേടിയൊന്നുമില്ല, കാരണം നിങ്ങൾ മാറ്റാതെ മാറുന്ന വാസ്തവമാണ്. എനിക്ക് പേടിയൊന്നുമില്ല. And I am not afraid to rebuke them. അത് ഇച്ചിരിയൊക്കെ മുടിക്ക് നീളം കൂടിയ കട്ട് ചെയ്യാൻ പറയണം. And if their hair is too long, ask them to cut their hair. ഞാൻ നോക്കുന്നുണ്ട് പിള്ളേർക്ക് നീളം കൂടിയോണ്ട് കട്ട് ചെയ്തില്ല. If you do not cut your hair, അല്ലെങ്കിൽ വെച്ച് പ്രാർത്ഥിച്ചോളം കൊഴിഞ്ഞു നോക്കോളൂ. pray for them and you'll go. അങ്ങനെ ഇന്ന് രാവിലെ പൈസ ലാഭമാണ് കാര്യം നടന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞത് കാരണം നമ്മൾ മാറ്റേണ്ടതൊക്കെ മാറണം. We should remove the things that have to be removed. ഏദൻ തോട്ടത്തിൽ ദൈവത്തിന്റെ കാലൊച്ച കേട്ടപ്പോൾ When the footsteps of God was heard in ആദമിനും ഹവ്വയ്ക്കും മനസ്സിലായി അവർ നഗ്നരാണെന്ന്. Adam and Eve realized that they were naked. ദൈവശബ്ദം മുഴങ്ങുന്നിടത്തൊക്കെ വ്യക്തികൾക്ക് രൂപാന്തരം ഉണ്ടാകും. When the voice of God is heard, the people will be transformed. ഏദൻ തോട്ടത്തിൽ മാത്രമല്ല, നമ്മുടെ സഭയിലും പട്ടണത്തിലും ദൈവ സാന്നിധ്യം വെളിപ്പെട്ട് കഴിഞ്ഞാൽ ആരും പറയേണ്ട അവിടൊക്കെ രൂപാന്തരം ഉണ്ടാകും. When the glory of God is revealed in the church, people will start to transform. അതിലെ സുബോധം വരുന്നവർക്കൊക്കെ അത് വ്യത്യാസമുണ്ടാകും. And when people realize that, they will start to change. 33-7 വാക്യം തൊട്ട് വായിക്കുമ്പോൾ Chapter 33 verse number 7. മോശെ ഒരു കൂടാരമെടുത്ത് മരുഭൂമിയിൽ അടിച്ച് ജനങ്ങൾ അവിടേക്ക് ചെന്ന് ദൈവത്തെ കാണാൻ വേണ്ടി. Moses took a tent and pitched in the desert, and people walked. ദൈവത്തെ കാണാൻ വേണ്ടി ഒത്തിരി ചെലവൊക്കെ ഉണ്ട്. And there is a lot of things you have to pay for to see God. ഒരു കൊച്ചു വാക്യം അറിയാവുന്നത് നമ്മൾ അതേക്ക് മുറുകെ പിടിച്ചിരിക്കും. ഞങ്ങൾ 2-3 പേർ എവിടെ കൂടിയാലും നീ അവിടെ ഉണ്ടല്ലോ. And we started praying, Lord, when 2 or 3 are there, you are in our midst. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഉറങ്ങുന്നത്. And after we pray that, we sleep. പക്ഷെ ദൈവാലയത്തിൽ പോകണം ദൈവമക്കളെ. But you have to go to the sanctuary of God. 7 ദിവസം വരെ ഞാൻ പറയത്തില്ല. And I won't say come every day. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇവിടെ പ്രാർത്ഥന കൊണ്ടിരിക്കുകയാണ്. For the last few days we have been fasting and ഒരു praying. മണിക്കൂർ നിങ്ങൾക്ക് അവസരം ഉണ്ടെങ്കിൽ ഇതിനകത്ത് വന്നിട്ട് പ്രാർത്ഥിക്കണം. If you have time for 1 hour, please come here and pray. ദൂരം വിഷയമല്ല, ഗ്യാസിന്റെ ചില വിഷയമല്ല, എന്ത് ആവശ്യമുണ്ടെങ്കിലും ദൈവാലയത്തിൽ പോകുവാൻ മടി കാണിക്കരുത്. Do not show any reluctance to go to the sanctuary of God. മോശ പറഞ്ഞില്ല, നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിനകത്ത് ഒരു കൊച്ചു കൂടാരം ഉണ്ടാക്കുവാൻ. ഇതാ ഒരു കൂടാരം, നിങ്ങൾ അവിടെ പോയി ദൈവത്തെ കാണണം. Moses made a tent for God and he said, there is a tent and go to my ദൈവത്തെ place. ആരാധിക്കാൻ പോകുന്ന ഒരു ചെലവുള്ള കാര്യമാണ്. അത് ആത്മാവിന്റെ വർദ്ധന ഓർത്ത് ഇന്ന് രാവിലെ സ്തോത്രം ചെയ്യണം. Pay a price to worship God. ഇത് പറയുകയാണ്, ചെലവ് കൂടാതെ ഒരു യാഗവും കഴിക്കത്തില്ലെന്ന്. There is no sacrifice without paying a price. പെന്തക്കോസ്തുകാരുടെ യാഗമാരുടെ എല്ലാ പ്രോഗ്രാമിയും ഓർത്ത് തെറ്റിദ്ധരിക്കേണ്ട. അല്ലെങ്കിൽ നമ്മുടെ യാത്രയും സമയവും ജീവിതവും ഒക്കെ ഇതിനു വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. Our life, our journey, our time, everything should be given unto God. സമയം വിശദീകരിക്കേണ്ട 10 മുതലുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. Verse number 10 onwards we read. ദേവാലയത്തിനകത്ത് ദൈവസാന്നിധ്യം വെളിപ്പെടുമ്പോൾ ജനങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കും. And people all stood up when the presence of God came in the tent.
We the Pentecostal churches are losing the fear of the Lord in a special way. We have to come back to the fear of the Lord as the way we had before. Hallelujah. ദൈവഭയം ജനത്തിൽ നഷ്ടപ്പെട്ട കാലഘട്ടമാണ്. This is the time when the fear of God has been removed away from people. ജനങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്നു. People, when the presence of God came, people stood up. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന കാര്യമല്ലേ ഈ പറഞ്ഞു വരുന്നത്? I'm not talking about standing up here. ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ നിന്ന് ഇരിക്കാൻ ആർക്കും പറ്റത്തില്ലെന്ന്. When the presence of God comes down, you cannot sit anymore. എവിടെ ഇന്ന് ദൈവഭയം? Where is the fear of God? എവിടെ ഇന്ന് ദൈവഭയം? Where is the fear of God today? ദൈവദാസന്മാരുടെ ദൈവമക്കളുടെ ദൈവഭയം നഷ്ടപ്പെട്ടു. The fear of God has been removed from the children of God these days. സഭായോഗത്തിന്റെ ഇടയ്ക്ക് നമുക്ക് ബിസിനസ് ചെയ്യാൻ ഒരു മടിയില്ല. We do business in midst of the worship. സഭായോഗത്തിന്റെ ഇടയ്ക്ക് ഫോൺ വിളിക്കാൻ നമുക്ക് മടിയില്ല. We are not reluctant to make phone calls. സഭായോഗത്തിന്റെ ഇടയ്ക്ക് ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കാൻ നിങ്ങൾക്ക് മടിയില്ല, എനിക്ക് മടിയില്ല. We are willing to even send text messages before we നാം ഇരിക്കുന്നത് ദൈവസന്നിധിയിലാണെന്ന ബോധം നമുക്കുണ്ടായിരിക്കണം. ഈ പറയുന്ന നിസ്സാരവാക്കിന് കണക്ക് കൊടുക്കുന്നതെങ്കിൽ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും ഇന്ന് പകൽ ദൈവത്തിന് ഭയം നിങ്ങളിൽ ഉണ്ടാകട്ടെ. എന്റെ പാട്ടിനേക്കാളും എന്റെ പ്രസംഗത്തെക്കാളും എന്റെ ശുശ്രൂഷയെക്കാളും ദൈവത്തിന് വലുത് എന്റെ ജീവിതമാണ്. ഇന്ന് പകൽക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്നു എനിക്ക് ദൈവമഹത്വം കാണണമെന്ന്? ചിലരൊക്കെ വലിച്ചെറിയണമെന്ന്. ദൈവമഹത്വം കാണുവാൻ കഴിയാതെ എന്നിൽ വ്യാപരിക്കുന്ന ചിലരെ ഇന്ന് പകൽക്കാലം കണ്ടുപിടിക്കാത്ത ദൈവത്തിന്റെ തീ ആലയത്തിൽ എഴുന്നേറ്റ് നിന്നോ? നിങ്ങളെ കേരളീയ സ്പോർട്സും ഗെയിംസ് ഒക്കെ കളിക്കുന്നവരാണല്ലോ. നിങ്ങളൊക്കെ എൻകറേജ് ചെയ്യുന്നവരാണല്ലോ. ദൈവസഭകളൊക്കെ എനിക്ക് കളിക്കാൻ ഇഷ്ടമില്ല, ഞാൻ കാണാറുണ്ട് വല്ലപ്പോഴും. ശരീരം അനക്കാൻ ഇഷ്ടമില്ലാത്ത കളിക്കാൻ എല്ലാവരും ഇഷ്ടമില്ല. ഈ കളിയൊക്കെ നടക്കുമ്പോഴേ സോക്കറൊക്കെ നടക്കുമ്പോൾ ഒരുത്തിന് അങ്ങോട്ട് ഗോൾ അടിക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് കൈയടിക്കുന്നത്. അവരോട് ചോദിക്കട്ടെ എന്തിനാ നിങ്ങൾ കൈയടിക്കുന്നത്? ഞങ്ങളുടെ ശത്രുവിന്റെ വലയത്തിനകത്ത് ഒരു ഗോള് പോയതുകൊണ്ട്. ദൈവങ്ങളെ നമ്മുടെ പാട്ടും പ്രാർത്ഥനയും സ്തോത്രവും ആരാധനയൊക്കെ ശത്രുവിന്റെ ഗോൾ പോസ്റ്റോട് ഞങ്ങൾ ജയിച്ചതിന്റെ തെളിവായി ആരാധന. എന്തിനാ കൈയടിക്കുന്നത്? എല്ലാവരും കൈയടിക്കുന്നുണ്ട്, കൈയടിക്കുകയല്ല. എല്ലാവരും കൈവക്കുന്നുണ്ട്, കൈവക്കുകയല്ല. എല്ലാവരും വാതുറക്കുന്നുകൊണ്ട് സ്തോത്രം പറയുകയല്ല. റീസൺ ഉണ്ട്. ഞങ്ങളുടെ പാട്ടും ഞങ്ങളുടെ പ്രബോധനവും ഞങ്ങളുടെ പ്രസംഗവും ഞങ്ങളുടെ ശുശ്രൂഷയും ആരാധനയും ഒക്കെ ശത്രുവിന്റെ പാളയത്തിനകത്ത് പാടുകയാണ്. അത് തിരിച്ചറിയുമ്പോൾ ഇതിന്റെ ആരാധനയ്ക്ക് വ്യത്യാസം ഉണ്ടാകും. അത് തിരിച്ചറിയുമ്പോൾ ആത്മാവിന്റെ ശക്തിയോടെ വെളിപ്പെടും. അതിന്റെ 12 വാക്യം വായിക്കുമ്പോൾ സ്വർഗം പറഞ്ഞ എന്റെ കൃപ ഞാൻ നിനക്ക് തന്നിരിക്കുകയാണെന്ന്. അല്ല ഞാൻ വിശദീകരിക്കുന്നു. 13 വാക്യത്തില് മോശ പറയും, കൃപ അനുഭവിക്കാൻ പറയും, കർത്താവ് നിന്റെ കൃപ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് നിന്റെ വഴിയൊന്നും അറിയണം. ദൈവത്തിന്റെ വഴി എനിക്കറിയണമെന്നേ. ദൈവമഹത്വം കാണുന്നതിന്റെ ഞാൻ പ്രീ റിക്വസ്റ്റ് പറഞ്ഞു വരുന്നത്, സ്റ്റെപ്സ് പറഞ്ഞു വരുന്നത്. എനിക്ക് നിന്റെ വഴി അറിയണം. തോന്നുന്ന വഴിയെ പോയാൽ കിട്ടുന്ന നല്ല മഹത്വം എന്ന് പറയുന്നത്. തോന്നുന്ന പോലെ പോയാൽ കിട്ടുന്ന നല്ല മഹത്വം എന്ന് പറയുന്നത്. എനിക്ക് നിന്റെ വഴിയൊന്നും അറിയണം, എനിക്ക് നിന്നെ അറിയണം. നമ്മുടെ ആഗ്രഹം എത്തന്നെ രാവിലെ. This morning our desire. ഓരോരുത്തരും തന്നെ തന്നെ ചോദിച്ചാൽ മതി. ഞാൻ എന്നോട് ചോദിക്കുന്നത് എന്താ നമ്മുടെ ആഗ്രഹം? Ask yourself what your desire is this morning. ഒരു പക്കം പറഞ്ഞു. Many times he said. സിംഹാസനത്തിൽ ഇരിക്കുന്നത്. One saint said, I'm sitting on the throne. കിരീടത്തിൽ നല്ല തിളക്കമുണ്ട്. And the crown is love. ചെങ്കോലിന് അധികാരമുണ്ട്. 12 ഗോത്രത്തെ അടക്കി ഭരിക്കുക. And he has